ഹായ്, ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യാത്രയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനാണ് ഞാൻ ഇന്ന് വന്നത്. ഒരു വീടിൻ്റെ മതിലിൻ്റെ പുറത്തായി വഴിയാത്രക്കാർക്ക് കുടിവെള്ളം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നാരങ്ങാനം മുട്ടത്തുകോണം റോഡ് സൈഡിലാണ്. ഈ വീട് ഒരു അച്ഛൻ്റെയോ പാസ്റ്ററിൻ്റെയോ ഉസ്താദിൻ്റെയോ നമ്പൂതിരിയുടെയോ വീടല്ല. പിന്നെ ഇത് ബഹുമാനപ്പെട്ട ഡോക്ടർ റഷീദ് സുൽത്താൻ അമാനി എന്ന ഒരു ഡോക്ടറുടെ വീടാണ്. വീടുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്ന വീടുകൾ ചോദിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെന്ന് കുടിക്കാൻ ഇന്ന സ്ഥലത്തൊരു വെള്ളം കിട്ടും എന്നുറപ്പുള്ള ഒരു സ്ഥലം. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. വീട് ഒരു തണലാകണം, എപ്പോഴും വരുന്നവർക്ക് ആശ്വാസമാകണം. അപ്പോൾ എൻ്റെ ദൈവരാജ്യം നിങ്ങളുടെയും എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ റാഷിദ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേരുന്നു. ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടമ്മനിട്ട ലൊക്കേഷനിൽ, നാരങ്ങാനം കടമ്മനിട്ട ലൊക്കേഷനാണെന്ന് തോന്നുന്നു, കടമ്മനിട്ടയ്ക്ക് വരുന്ന റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്ത് വന്നപ്പോൾ റോഡ് സൈഡിൽ വലിയ ഒരു കണ്ണ് കുളിർപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കണ്ടു. അത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. മറ്റൊന്നുമല്ല, ഇതൊരു ഡോക്ടർ റഷീദ് സുൽത്താൻ അമാനി എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വീടാണ്. അപ്പോൾ അദ്ദേഹം ആ വീട് വെച്ചതിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്കുള്ള മതിലിൻ്റെ അവിടെ കുടിവെള്ളവും ഗ്ലാസും കുടിവെള്ളത്തിനുള്ള ഫെസിലിറ്റി സൗകര്യങ്ങളും ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്. നല്ലൊരു കാഴ്ചയാണ്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റയറായിട്ടേ കാണാറുള്ളൂ. വഴിയാത്രക്കാർക്കായി കുടിവെള്ളം യഥേഷ്ടം നൽകുന്ന ഈ ഡോക്ടറുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. 2026 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടാവായ ദൈവം താഴെഭൂമിയിൽ വന്നപ്പോൾ നമ്മെ പഠിപ്പിച്ച 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി ഇടുക്ക വഴി, രണ്ടാമത്തെ വഴി വീതിയും വിശാലവുമുള്ള വഴി. അപ്പോൾ ഇടുക്ക വഴി എന്ന് പറയുമ്പോൾ ഊഹിച്ച് നോക്കൂ, ആ വഴിയിലൂടെ നടക്കുന്നതിന് അല്പം കഷ്ടപ്പാടുണ്ട്, റിസ്ക് ഉണ്ട്. അതുപോലെയാണ് നന്മ പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അതൊരു റിസ്ക് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ വഴിയാണ് വീതിയും വിശാലവുമുള്ള വഴി. ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ ആണ് ഭൂരിപക്ഷവും നമുക്ക് ഈ ലോകത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. അവരൊക്കെ അവരുടെ സ്വന്തം സുഖങ്ങളും അവരുടെ മക്കളുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം നോക്കി മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കി വലുതായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ചുരുക്കം ചിലരെ നമുക്ക് വഴിയാത്രയിൽ
കണ്ടുമുട്ടുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാനും ഈ ഡോക്ടർ സാറിൻ്റെ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് എൻ്റെ താമസിക്കുന്ന വീടിൻ്റെ മതിലിന് മുമ്പിലായി വഴിയാത്രക്കാർക്കായി എല്ലാ ദിവസവും മോരും വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഏർപ്പാടാക്കി. അതുകൂടാതെ ഏറ്റവും അടുത്തുള്ള ജംഗ്ഷനുകളിൽ കുടിവെള്ളം ഞാൻ ഏർപ്പാടാക്കി. അതുകൂടാതെ പക്ഷികൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കുമായി ഭക്ഷണവും വെള്ളവും നൽകി വരുന്നു. ഇതൊക്കെ നമ്മുടെ പടച്ചവൻ സൃഷ്ടിച്ച, കാരുണ്യവാൻ സൃഷ്ടിച്ച വളർത്തുമൃഗങ്ങളെ അവർക്ക് നമ്മളൊരു ആശ്വാസകരമായിരിക്കുന്നതും കാരുണ്യവാന് സന്തോഷം നൽകുന്ന പ്രസാദം നമുക്ക് തരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയ്ക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചത്. അവരെ നമ്മൾ ആട്ടി ഓടിക്കാതെ കഴിയുമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ ഇന്ന് കണ്ട വീഡിയോയിലൂടെ കണ്ട ആ ഡോക്ടർ സാറിൻ്റെ കുടുംബത്തിൽ അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ പോലെ നമുക്കും അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാം. നന്മ ചെയ്യുന്നവരെ നമുക്ക് അനുകരിക്കാം. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, നമുക്ക് ഭൂമിയിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ആയുസ്സ് നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ഈശ്വരൻ നമ്മളെ ഇടയാക്കട്ടെ. ഈ ഭൂമിയിൽ മാത്രമേ നമുക്കിത് ചെയ്യാനുള്ള അവസരങ്ങളുള്ളൂ. അതിനുശേഷം അവസരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊള്ളുന്നു. ഈ വീഡിയോ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.